സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും പൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും മുട്ടുവിൻ വാതിൽ തുറക്കുമെന്നൊന്നു പട്ടാങ്ങമായിട്ടൊന്നതോർത്തുകൊണ്ടേ താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടുമി പാവത്തിന് കുകിങ്ങുൾ പ്രവേശം പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞു ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നേ അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം അശരണർക്ക് ദൈവം തന്നെ തുണ. ലക്ഷ്മി, ഇനി ഒന്നും ആലോചിക്കാനില്ല. വരൂ, നമുക്ക് പോകാം. ഇത് വെറും സിനിമാ ദൃശ്യങ്ങളല്ല. വറീദ് എന്ന കൊച്ചു ബാലനെ ഫാദർ ജോർജ് കണ്ണാത്താക്കി മാറ്റിയ ദൃശ്യാനുഭവങ്ങൾ. കേവലം കൗമാര കൗതുകങ്ങളുമായാണ് വറീദ് തൃശൂർ നഗരത്തിലെത്തിയത്.
വേദോപദേശ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക്. അതിനിടയിൽ ചങ്ങാതിയുമൊത്ത് 2 സിനിമകൾ, നവലോകവും ജീവിത നൗകയും. നേരം പോക്കെന്ന് കരുതിയ സിനിമകൾ വറീദിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. തൻ്റെ ഈ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുള്ളതാവണം. സിനിമ കണ്ടിറങ്ങിയ രാത്രി റെയിൽവേ സ്റ്റേഷനിലും പുത്തൻപള്ളിയുടെ നടയിലുമായി ചിന്താവിവശനായി കഴിച്ചുകൂട്ടി. പ്രഭാതം പുതിയ തീരുമാനത്തിലേക്ക് ഉണർന്നു. വറീദ് തീരുമാനിച്ചു, ഒരു വൈദികനാവണം. ഒരു സിനിമയുടെ ക്രിയാത്മകമായ ഇടപെടൽ. വറീദ് എന്ന കൊച്ചുബാലനെ ഫാദർ ജോർജ് കണ്ണാത്താക്കി മാറ്റി. ലോകത്തിൻ്റെ പ്രകാശമായി മാറാൻ ഒരു വൈദികൻ. തൃശൂർ രൂപതയുടെ മിഷൻ പ്രവർത്തന മേഖലയായ ചേലക്കരയിലേക്കാണ് കണ്ണാത്തച്ഛൻ പിന്നീടെത്തുന്നത്. പുണ്യശ്ലോകനായ ആന്റണി തച്ചുപറമ്പിലച്ഛൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു ഈ മലയോര പ്രദേശങ്ങൾ. ഒരു തീർത്ഥയാത്ര പോലെയാണ് അച്ഛൻ ഇവിടെ എത്തുന്നത്, തച്ചുപറമ്പിലച്ഛൻ ബാക്കി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ. കണ്ണാത്തച്ഛൻ്റെ ഗുരുവും വഴികാട്ടിയും വാസ്തവത്തിൽ തച്ചുപറമ്പിലച്ഛനായിരുന്നു. ആ മുള്ളൂർക്കരയിൽ നിന്ന് ഈ ചേലക്കരയ്ക്ക് വന്നപ്പോൾ വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല. മറ്റു മതസ്ഥരും യാക്കോബേറ്റുകാരും ഉണ്ടായിരുന്ന സ്ഥലത്ത് താൻ നോക്കിയപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ള, മാമോദിസ മുങ്ങി ക്രൈസ്തവരാകുവാൻ ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അവരെ മാമോദിസ മുക്കി അവർക്ക് പ്രത്യേകമായ ഒരു കുന്ന്, സെമിത്തേരി കുന്നെന്നോ അല്ലെങ്കിൽ ഇവരുടെ കുന്ന് പറയുന്നതോടെ അവരെ ഒന്നിച്ച് താമസിപ്പിച്ച് അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ഇടവക ഒരു പ്രവർത്തനം വേണമെന്ന് കരുതിയപ്പോൾ അദ്ദേഹം ഹോളി ഫാമിലീസ് ചേർച്ചിനെ കണ്ട് ഒരു മഠം തുടങ്ങി. അവിടെ ഒരു ചെറിയ മുറിയിൽ താമസിച്ച് മഠത്തിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ വിശ്വാസികൾ അല്ലാത്തവരെ മാമോദിസ മുക്കിയാൽ ആ കുടുംബങ്ങളെ കൂട്ടുകുടുംബങ്ങളായിട്ട് അവരെ കഴിവില്ലാത്ത ആവശ്യങ്ങൾക്ക് സഹായിക്കുകയും അവരെ കത്തോലിക്ക വേഷത്തിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഈ ക്രൈസ്തവർ കുറേശ്ശെ പുറത്തുനിന്ന് വരികയും അതേപോലെ തന്നെ ഉള്ളവർ മാംസമുങ്ങി ചെയ്തപ്പോൾ ഇതൊരു മിഷൻ പ്രദേശമാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മഠത്തിൽ കുർബാനയും ഒടുകാലത്ത് ഈ ഇപ്പോൾ കാണുന്നതായ പള്ളിയുടെ അടുത്ത് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പള്ളി ചെറുതായിട്ട് പണിത് അവിടെ കുർബാന ചൊല്ലി അവിടെ ചെറിയ മുറിയിൽ കിടന്നു രോഗിയായിട്ട് കുർബാന ചെല്ലുമ്പോൾ താൻ പുതുതായിട്ട് തുടങ്ങിയ ഇടവപ്പള്ളി എന്ന നിലയ്ക്ക് ഇവിടെ കിടന്നു. മരിക്കാറായപ്പോൾ മഠത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ശവസംസ്കാരം അന്ന് കേട്ടിട്ടുള്ളത് ചേലക്കരയിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടം ആ ശവസംസ്കാരത്തിൽ സംബന്ധിച്ചു അദ്ദേഹത്തെ ഇവിടുത്തെ പള്ളിയുടെ പഴയ പള്ളിയിൽ അടക്കാനിടയായി. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ ഒരു അച്ഛൻ പലരും മാറി. ഒരു അച്ഛൻ 10 കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിച്ചു. അച്ഛന് ഒന്ന് മാറ്റം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ അവസരത്തിലാണ് ഞാൻ ഈ മിഷൻ പ്രദേശം
ചോദിച്ച് വാങ്ങി ഇവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ ആ ചുറ്റുപാടും നോക്കിയപ്പോൾ ആ വിശ്വാസത്തിൽ കടന്നു വന്നവരെ സഹായിക്കണം. അന്ന് അച്ഛൻ അവർ കുടുംബങ്ങളിൽ പ്രസവങ്ങളുണ്ടായാലും രോഗികളുണ്ടായാലും അച്ഛൻ ഇടപെട്ട് എല്ലാം ചെയ്തിരുന്ന, ഉത്തരവാദിത്തപ്പെട്ട് തൊട്ട് ഒഴിഞ്ഞ് നടന്നിരുന്ന ജനങ്ങളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ഇവിടെ പള്ളി പണിതു. അധികം വൈകാതെ അദ്ദേഹം മരിക്കാനിടയായി ഇവിടെ അടക്കി. ചേലക്കര അങ്ങാടിയിൽ ഒരു ഇടവകപ്പള്ളി ഉയർന്നു കാണണമെന്നത് തച്ചുപറമ്പിലച്ഛൻ്റെ അഭിലാഷമായിരുന്നു. അതിന് തുടക്കമിട്ട് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇടവകക്കാരുടെ ആഗ്രഹം പോലെ കുണ്ടുകുളം പിതാവ് പള്ളിപണിയുടെ ചുമതല കണ്ണാത്തച്ഛനെ ഏൽപ്പിച്ചു. തൻ്റെ സ്വതസിദ്ധമായ ചുറുചുറുക്കോടെ അച്ഛൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. നമ്മളുടെ ഈ ചേലക്കര പള്ളി തച്ചുപറമ്പിൽ ആൻ്റണി അച്ഛൻ്റെ സാന്നിധ്യത്താൽ വളരെയധികം അനുഗ്രഹീതമാണ്. അച്ഛൻ്റെ വലിയ പ്രേക്ഷിത പ്രവർത്തനം വഴിയായി വളരെയധികം പേര് കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും വരുവാനും പല രീതിയിലും മറ്റുള്ളവരെ സഹായിക്കുവാനും അച്ഛൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ അച്ഛനെ ബഹുമാനിക്കുന്നു, അച്ഛനോട് ആദരവ് പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ദേവദാസനായിട്ട് അച്ഛൻ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ഇടവക പള്ളിയിലാണ് അച്ഛൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അച്ഛനോടുള്ള ആദരസൂചകമായിട്ട് എല്ലാ ജനങ്ങളും ഇവിടെ വെള്ളിയാഴ്ച ദിവസം വന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ പലർക്കും ലഭിച്ചതായിട്ടും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പള്ളിയില്ല, ഞങ്ങൾക്കൊരു പള്ളി പണിതാൽ നല്ലതാണ്, അച്ഛൻ പള്ളി പണിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആ വീട്ടുകാരോട് ചോദിച്ചു, ഇവിടെ ഒരു 50 വീടുണ്ട്, ഒരു പള്ളിക്ക് സ്ഥലം കിട്ടിയാൽ ഞാൻ പള്ളി പണിയാം. അങ്ങനെ എന്നോട് ദൈവത്തിൻ്റെതായ ആ പ്രത്യേക അഭിനിവേശം, ഞാൻ അഹങ്കാരം കൊണ്ടല്ല, അങ്ങനെ ആ നിവേശം കിട്ടുമ്പോൾ ഒരു സ്ഥലം കിട്ടി. അങ്ങനെ ഇവിടെ കാണുന്ന പുതിയതും പഴയതുമായിട്ടുള്ള പള്ളികൾ 8-9 ഞാൻ പണിതു. എൻ്റെ പ്രത്യേകത എല്ലാ പള്ളികളിലും 50 വീടായാലും ശവക്കോട്ടയ്ക്ക് അനുവാദം മേടിച്ച് ശവക്കോട്ട പണിതു. ഇന്ന് ആ പ്രദേശങ്ങളിലെല്ലാം നല്ല ഇടവകയായി ശവക്കോട്ടയായി പുതുക്കി പണിതു. അങ്ങനെ 8-10 പള്ളികളോളം ഈ ഫൊറോനയായിട്ട് എൻ്റെ കാലത്ത് തന്നെയാണ് പുതിയ പള്ളി പണിതപ്പോൾ ഫൊറോനയായത്. നമ്മുടെ ഇടവകയുടെ രണ്ടാമത്തെ പ്രേക്ഷിതൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ജോർജ് കണ്ണാത്തച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. അച്ഛനെ എനിക്ക് മുന്നേ അറിയാം. ഞാൻ വേലുപ്പാടം ഇടവകയിലായിരുന്ന സമയത്ത് അച്ഛൻ ആ പള്ളിയിൽ സേവനം ചെയ്തിരുന്നു. അച്ഛൻ ഈ കുടിയേറ്റക്കാരെ പ്രത്യേകമായിട്ട് ഈ മലയോര കർഷകരും അവരെയൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഓരോ പുരോഗതി കൈവരിക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഈ ചേലക്കര ഫൊറോന പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വളരെയധികം പള്ളികൾ അച്ഛൻ്റെ ശ്രമഫലമായിട്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പലരെയും ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും അവരെ സഹായിക്കാനും അച്ഛൻ പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് സാധുക്കളായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ ഞാൻ ഓട് കമ്പനികളിൽ പോയി ചോദിച്ച് വാങ്ങി പുര പണിയുന്നവർക്കെല്ലാം 1000 ഓട് വീതം കൊടുക്കും. സ്ഥലം കിട്ടിയിടത്ത് വീട് പണിത് കൊടുക്കും. അങ്ങനെ എല്ലാ നിലയ്ക്കും എൻ്റെ സാമൂഹിക പ്രവർത്തനവും ദരിദ്രരുള്ള സ്നേഹവും വിശ്വാസത്തിലേക്ക് അച്ഛൻ്റേതായ പ്രേക്ഷിത പ്രവൃത്തി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ 16 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ മാറി വീണ്ടും വേറെ ഒരു കുടിയേറ്റ മേഖലയിൽ താമസിച്ചു. വീണ്ടും വന്ന് ഒരു 6-7 കൊല്ലം കൂടി ജീവിച്ച് ഞാൻ റിട്ടയർ ചെയ്തു.
പുണ്യശ്ലോകനായ തച്ചുപറമ്പിലച്ചൻ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി പഴയ പള്ളിയിൽ നിന്നും ഭൗതിക അവശിഷ്ടങ്ങൾ തുറന്നെടുത്ത് പുതിയ പള്ളിയിൽ കബറടക്കി. പിതാവിൻ്റെ കൽപ്പനപ്രകാരം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കണ്ണാത്തച്ഛനായിരുന്നു. അങ്ങനെ ചേലക്കര പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർന്നു. കണ്ണാത്തച്ഛനാകട്ടെ ചേലക്കര ഫൊറോന വികാരിയായും ഉയർത്തപ്പെട്ടു. തൻ്റെ മാർഗദർശിയും വഴികാട്ടിയുമായ തച്ചുപറമ്പിലച്ചൻ്റെ സ്മരണയ്ക്കായി ഇത്രയും ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യവും ദൈവാനുഗ്രഹവുമായാണ് കണ്ണാത്തച്ഛൻ കരുതുന്നത്. പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് കണ്ണാത്തച്ഛൻ്റെ വലിയ ഒരു കാര്യമാണ്. ഒരു ആൾക്ക് വീട് പണിത് കൊടുക്കുക എന്ന് വരികയിൽ അത് അദ്ദേഹം നേരിട്ട് തന്നെ പണിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ കുറച്ച് പൈസ കൊടുത്ത് ഇത് പണി നടത്തലല്ല. അതായത് നമ്മളൊരു 3 ലക്ഷം രൂപ കൊടുത്താൽ പണി തീർക്കാവുന്നത് അച്ഛൻ നേരിട്ട് പോയി 1.25 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷം രൂപയ്ക്കോ ആ പണി പൂർത്തീകരിക്കും. തുടർന്ന് ബാലൻസ് ഉള്ള പൈസ അടുത്ത വ്യക്തിക്ക് നൽകാനുള്ള ആ ഒരു സന്നദ്ധത എല്ലാ സ്ഥലത്തും നേരിട്ട് പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അല്ലാതെ മറ്റ് ഇതുപോലെ ഓരോരുത്തരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന അവസ്ഥയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അർപ്പണബോധത്തിൽ നമ്മൾ ഇടവകയുടെ ആവശ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട് അച്ഛനെ സമീപിച്ച് കഴിഞ്ഞാൽ അച്ഛനോട് സമയം പറഞ്ഞാൽ മതി. ആ സമയത്ത് അച്ഛൻ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരും. അല്ലാതെ മറ്റ് സൗകര്യങ്ങളോ ആവശ്യങ്ങളോ ഒരു ആഗ്രഹങ്ങളൊരു നീണ്ട നിരയൊന്നും നൽകാൻ അദ്ദേഹം തയ്യാറാവില്ല. എപ്പോഴാണ് വരേണ്ടത് ആ സമയത്ത് അദ്ദേഹം നമ്മുടെ ആവശ്യത്തിന് എത്തിച്ചേരും. വികാരി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് വികാരി അച്ഛനാവുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഓർമ്മിപ്പിക്കാറായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി വികാരി ആയാലാണ് ജനങ്ങൾ വികാരി അച്ഛനെ സ്നേഹിക്കുകയുള്ളൂ എന്നാണ് അച്ഛൻ്റെ ബോധ്യം. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ളത് അച്ഛൻ കാസക്ക്, അതായത് അച്ഛൻ ധരിക്കുന്ന ഉടുപ്പില്ലാതെ ഞാൻ പോലും വളരെ അപൂർവം മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം കാസക്ക് നമ്മുടെ ഔദ്യോഗിക വേഷമാണെന്നും അല്ലെങ്കിൽ ആ ബഹുമാനം നമുക്ക് കിട്ടണമെന്നും ആഗ്രഹിക്കുകയും കൃത്യമായി എല്ലാ സമയത്തും പുരോഹിതരിടുന്ന ഉടുപ്പ് നിർബന്ധമായും ധരിക്കാൻ ആൾ ശ്രദ്ധിക്കാറുണ്ട്. അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ അച്ഛൻ പറയും, ജോർജ് ഒരല്പം അവിടെ നീങ്ങി നിൽക്കും, ഞാൻ പിന്നീട് വരാം. ഞാൻ സ്കൂട്ടർ മുമ്പോട്ട് ഓടിച്ച് അവിടെ നിൽക്കും. മറ്റൊന്നിനുമായിരുന്നില്ല. അച്ഛൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ എപ്പോഴും ഉണ്ടായിരിക്കും. അച്ഛൻ സഹായിക്കുന്ന വ്യക്തിയോട് അനുവാദം ചോദിച്ചിട്ടാണ് സഹായം ചെയ്യുക. മറ്റാരും അറിയുന്നത് അച്ഛന് താല്പര്യമല്ല. കണ്ടറിഞ്ഞ് ചെയ്യുക. അത് വിവാഹം നടത്തി കൊടുക്കുവാനായാലും വീട് പണിയുന്ന കാര്യത്തിനായാലും അങ്ങനെ തന്നെ. ഇപ്പോഴും ചേലക്കരയിൽ വരുന്ന സമയങ്ങളിൽ രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് സഹായം എത്തിക്കുക അച്ഛന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നും അങ്ങനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം വീടുകൾ പണിതു കൊടുത്തത് എനിക്കറിയാം. ഓടിറക്കി കൊടുത്തും അവരുമായി സഹകരിച്ചും എവിടുന്ന് എന്ത് ഭക്ഷണം കിട്ടിയോ അത് കഴിച്ച് എല്ലാവരെ പോലെ സാധാരണക്കാരനായി ജീവിക്കുവാൻ താല്പര്യമുള്ള അച്ഛനെ യാതൊരു കാരണവശാലും വിസ്മരിക്കാൻ വയ്യ. ചേലക്കര പ്രദേശത്ത് ഒരാശുപത്രി വേണമെന്ന് ഇടവകക്കാരോടൊപ്പം കണ്ണാത്തച്ഛനും തോന്നിത്തുടങ്ങി. വേലൂപ്പാടത്തെ അനുഭവം ഇക്കാര്യത്തിൽ അച്ഛന് ബലം നൽകി. രൂപതയിലെ ചാരിറ്റി മഠം ജനറാളമ്മയെ കണ്ട് കാര്യം ധരിപ്പിച്ചു. അധികം വൈകാതെ ഇടവകയിലെ വടൂക്കൂട്ട് കുടുംബക്കാരിൽ നിന്നും
വീടും സ്ഥലവും വാങ്ങി. വീട് മഠമാക്കി, ഒപ്പം ഡിസ്പെൻസറിയും തുടങ്ങി. പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിൽ ചേലക്കരയിലെ ജീവോദയ ഹോസ്പിറ്റൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. ഇക്കാര്യങ്ങളിലെല്ലാം കുണ്ടുകുളം പിതാവിൻ്റെ നിർലോഭമായ പ്രോത്സാഹനവും അനുഗ്രഹവുമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നിസ്വാർത്ഥ പരിശ്രമവും ആത്മാർത്ഥതയും അധ്വാനവും സാങ്കേതിക സാമ്പത്തിക സഹായവും കൂടെ ചേർന്നപ്പോൾ ജീവോദയ ആശുപത്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. തുടർന്ന് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ മദറിനോടും സിസ്റ്റേഴ്സിനോടുമൊക്കെ ചേർന്ന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കണ്ണാത്തച്ഛനായിരുന്നു. ഒരു ഫൊറോന വികാരിയുടെ വലിയ ദൗത്യത്തോടൊപ്പം ജീവോദയ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് ആത്മാർത്ഥമായി അച്ഛൻ അധ്വാനിച്ചു. ഹോസ്പിറ്റലിൻ്റെ പ്ലാൻ വരച്ച സമയത്ത് ആ കറുത്ത വരകളിലൂടെ അച്ഛൻ നടക്കുമായിരുന്നു. നടക്കുമ്പോൾ അവിടെ ലൈറ്റ് കുറവാണ്, കോണിയുടെ വീതി കുറവാണ് എന്നുള്ളതൊക്കെ പറയാനായിട്ടുള്ള കാഴ്ചപ്പാട് അച്ഛനുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ 3D സംവിധാനത്തിൽ ബിൽഡിങ്ങിനെ കാണാനുള്ള സംവിധാനമില്ലാത്ത സമയത്ത് അത്തരം കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യാനുള്ള കഴിവ് അച്ഛന് വളരെ കൂടുതലാണ്. കണ്ണാത്തച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണാത്തിപ്പാറയുടെ വിശുദ്ധൻ എന്നാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ്. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീ